കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ ഇരിട്ടി ഇരിക്കൂർ ക്ലസ്റ്റർ തല ട്രൈബൽ സോക്കർ ഫുട്ബോൾ മത്സരം ബെൻഹിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ചു. മെമ്പർ സെക്രട്ടറി ജെ.എസ്.ടി. തോമസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി പി.എൻ. അധ്യക്ഷത വഹിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം. സുമേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മികച്ച ഒരു ഫുട്ബോൾ താരമായി മാറാൻ എങ്ങനെ സാധിക്കും എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നല്ല കഠിനാധ്വാനം വേണം, നല്ല പരിശ്രമം വേണം, നല്ല സന്നദ്ധതയും വേണം. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഫുട്ബോൾ താരങ്ങളെല്ലാവരും നല്ല കഴിവും പ്രാപ്തിയുള്ളവർ തന്നെയാണ്. എന്നാൽ ആ കഴിവും പ്രാപ്തിയുമെല്ലാം നാം എങ്ങനെ വിനിയോഗിക്കുന്നു, എങ്ങനെ ഫുട്ബോളിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരെയും ടാലന്റ് തിരിച്ചറിയാനും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു കളിക്കാരൻ എന്ന് പറയുമ്പോൾ മികച്ച കളി നടത്തി വിജയിക്കുക എന്നതിലുപരി അത് മറ്റൊരു വഴിയാണ്. മികച്ച കളിയെ കളിച്ചു, അവരുടെ കഴിവുകൾ തെളിയിച്ചു, അതിലൂടെ അവർ വലിയ വിജയങ്ങൾ നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കഠിനാധ്വാനവും പരിശ്രമവും നടത്തിയാൽ ഏത് കഴിവുള്ള താരത്തിനും ഉയർന്നു വരുവാനുള്ള ഒരു ഭൗതിക സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള താരങ്ങൾ നിർബന്ധമായും ഫുട്ബോളിന് വേണ്ടി തന്നെ കൂടുതൽ സമയം കണ്ടെത്തി ഓരോ ദിവസവും 365 ദിവസവും ഫുട്ബോളിന്റെ പ്രാക്ടീസ്, അവരുടെ ഫിറ്റ്നസ് നിലനിർത്തി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായാലേ നമുക്ക് വളരാൻ കഴിയും. നമ്മുടെ പൊതുഭൗതിക സാഹചര്യം ഇപ്പോൾ പലപ്പോഴും നമുക്ക് എതിരായിരിക്കും. നമ്മുടെ ചിലപ്പോൾ നമുക്ക് വിചാരിച്ചതുപോലെ ഭക്ഷണം ലഭിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് പരിശീലനം കിട്ടാൻ ഗ്രൗണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടാകാം. അപ്പൊ അതെല്ലാം തരണം ചെയ്ത് എവിടെയാണോ അതൊക്കെ ലഭ്യമാകുന്ന രീതിയിൽ ഇടപെട്ട് നല്ല താരമായി മാറും എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി നമുക്ക് പ്രവർത്തിച്ചാൽ നല്ല താരമായി മാറാൻ സാധിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലജ ദിനേശൻ, വാർഡ് മെമ്പർ ഉഷ മുകുന്ദൻ, ചിത്രലേഖ, സുജ ചന്ദ്രൻ, സ്മിത രജിത്ത്, CDS ചെയർപേഴ്സൺ കെ. സംഗീത, ബൻഹിൽ സ്കൂൾ മാനേജർ ഫാദർ സാജൻ, ഉളിക്കൽ CDS ചെയർപേഴ്സൺ വിജി, പടിയൂർ CDS ചെയർപേഴ്സൺ അമ്പിളി, അയ്യൻകുന്ന് CDS ചെയർപേഴ്സൺ മിനി തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബ്ലോക്ക് കോർഡിനേറ്റർ അപർണ ചടങ്ങിന് നന്ദി അറിയിച്ചു. നമ്മുടെ 4 ക്ലസ്റ്ററുകളായി രൂപീകരിച്ച് ആ ക്ലസ്റ്ററുകളിലെ നമ്മുടെ ഇരിട്ടി ഇരിക്കൂർ ക്ലസ്റ്റർ തല മത്സരമാണ് നമ്മുടെ ഇവിടെ അരങ്ങേറുന്നത്. അതിനുശേഷം അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 2 ടീമുകളെ ജില്ലാ തലത്തിലേക്കും പിന്നീട് സംസ്ഥാന തലത്തിലേക്കും മത്സരിക്കുന്നതിനായി തിരഞ്ഞെടുക്കും. തനതായിട്ടുള്ള ട്രൈബൽ മേഖലയിലുള്ള ഇടപെടലുകൊണ്ടാണ് അത്തനോസ്, അതോടൊപ്പം തന്നെ ആദിതാളം എന്നുള്ള പരിപാടികളൊക്കെ കണ്ണൂർ ജില്ലാ മിഷന്റെ തന്നെ തനതായിട്ടുള്ള പരിപാടികളാണ്. ട്രൈബൽ മേഖലയിലുള്ള കുട്ടികളെ ആ രീതിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ നമ്മുടെ ജില്ലാ മിഷനും നല്ല ശ്രദ്ധ പുലർത്താറുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നിപ്പോ ഇവിടെ നടക്കുന്ന ഫുട്ബോൾ മത്സരം 18 വയസ്സിന് മേലെയുള്ള നമ്മുടെ യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ്. തീർച്ചയായും നല്ല രീതിയിലുള്ള ഒരു വിജയാശംസകൾ മുഴുവൻ ടീം അംഗങ്ങൾക്ക് നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യുവാക്കളെല്ലാം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ഉൾപ്പെടെയുള്ള ദുശീലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ജീവിതമാണ് ലഹരി, അതുപോലെ തന്നെ കളിയാണ് ലഹരി എന്നുള്ള ക്യാമ്പയിനൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ ഈ വന്നിട്ടുള്ള മക്കളുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും അതോടൊപ്പം തന്നെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തും.